പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തിന് മുഖത്തേക്ക് നോക്കുവാൻ ദൈവമായ കർത്താവ് തന്ന എല്ലാ ഭാഗ്യത്തിനായി കർത്താവിനോട് നന്ദി പറയാം. ആയുസ്സിൽ കാണാത്തൊരു പുതിയ പ്രഭാതം, പുത്തൻ പുലരി കൂടി ദൈവം നമുക്ക് ദാനം ചെയ്തു ഓർത്ത് കർത്താവിന് എല്ലാ മാനവും മഹത്വവും, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കും നന്മകൾക്കും ആയുസ്സിനെ ആരോഗ്യത്തെ നീട്ടിയതിനായി, എല്ലാ പ്രതിസന്ധിക്കകത്തും കർത്താവ് കൈപിടിച്ച് നടത്തിയതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് വേദവചന ധ്യാന ചിന്തയോടെ ആരംഭിക്കാൻ ഒരു വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒന്നാമത്തെ വാക്യം പറയുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. ഈ വാക്യത്തിനകത്ത് നമ്മൾ കേൾക്കുമ്പം, നമ്മൾ വായിക്കുമ്പം ഞാൻ യഹോവ അത് വായിച്ചങ്ങ് വിടും. എന്നാൽ ആ വാക്യത്തിനകത്ത് ഭയങ്കര ആത്മീകമായ ഒരു അർത്ഥമുണ്ട്. പേഷ്യൻലി വെയിറ്റ് ഫോർ ലോർഡ് എന്നൊരു വാക്ക് അവിടെ ഉണ്ട്. പേഷ്യൻ്റ്, അത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് അങ്ങനെ. അത് കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് എടുക്കുന്നത്. നിങ്ങളൊന്ന് ഒരു എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ഡോക്ടറെ കാണാൻ പോയി. ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പം നമ്മളൊരു 8 മണിക്ക് ചെല്ലുക. 8 മണിക്ക് ചെല്ലുമ്പോൾ നമുക്ക് തരുന്ന ചീട്ട് 52-ാമത്തെ ഒരു ചീട്ടാന്ന് ഇരിക്കട്ടെ, 52-ാമത്തെ ടോക്കണാ, നമ്പറാ, ചീട്ടാ നമുക്ക് തരുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന നേഴ്സിനോട് അല്ലെങ്കിൽ ആളുടെ അറ്റൻഡറോട് ചോദിച്ചു, എത്ര മണിയാകും ഡോക്ടറെ കാണാൻ? അപ്പോൾ പറയുക, 52 പേര് കഴിഞ്ഞിട്ട് ഇപ്പൊ കയറി പോകുന്ന ആള് 4-ാമത്തെ ആളാ. അപ്പൊ ഇനി 48 പേര് കഴിഞ്ഞിട്ടാണ് കാണേണ്ടിയത് എന്ന് പറയുമ്പം ഇപ്പൊ ചോദിക്കുക, ദൂരേന്നാ വരുന്നത്, എത്ര മണിയാവും? സാധാരണ 52 നമ്പറൊക്കെ വരുമ്പം ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞ സമയമാ. ഇപ്പൊ സാധാരണ 1 മണി 1:30 ആകും. 1:30 ആകുമ്പോൾ ചിലപ്പോൾ 40-ാം നമ്പർ ചിലപ്പോൾ അങ്ങ് തീരും. അതിനും ബൈ ചാൻസ് തീർന്നില്ലെങ്കിൽ പിന്നെ ഡോക്ടർ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ 3:30 ആകും. 3:30 കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴാണ് എടുത്തത് രാവിലെ ചീട്ട്? ഈ 8 മണി തൊട്ട് 3:30 കഴിഞ്ഞിട്ട് ആ 4 മണി വരെ സമയം വരെ നിൽക്കണം. നമ്മുടെ മനസ്സിൽ എന്തെന്നോ ഇല്ലാത്തൊരു മടുപ്പ് വരും, ഒരു ബുദ്ധിമുട്ട് വരും. എത്ര സമയം ഡോക്ടറെ വെയിറ്റ് ചെയ്താലാ? പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് വെള്ളം കുടിക്കാൻ പോയി തിരിച്ചു വന്നു, ഇല്ല, സമയം പോകുന്നില്ല. നമ്മുടെ വെയിറ്റ് ചെയ്ത് അങ്ങ് പോവുക, സമയം പോകുന്നില്ല. ഈ വെയിറ്റിങ്ങിന്റെ പേരാണ് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ. കാത്തിരിക്കുക നമ്മുടെ ടോക്കൺ ആകാൻ വേണ്ടി. ഇതൊരു ടോക്കൺ കയ്യിലുണ്ട്. ഇനി ടോക്കൺ കയ്യിലില്ല എന്ന് വിചാരിക്കുക. അറ്റൻഡർ വന്ന് പറഞ്ഞു, ഡോക്ടറെ കാണാം, നിങ്ങൾക്ക് എത്ര മണിയാവും എന്നറിയില്ല. അത് മറ്റേതിനേക്കാളും, ടോക്കൺ കയ്യിൽ ഇരിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുക. 8 മണിയായി, 9 മണിയായി, 10 മണിയായി, പിന്നെ ആള് ക്യൂ നിൽക്കുക. ഡോക്ടറെ കാണാൻ ഡോക്ടർ പറഞ്ഞ് വെയിറ്റ് ചെയ്യുക. 2 മണിയായി, 3 മണിയായി. ഇത് നമുക്ക് ടൈമും കൂടെ അറിയാത്തത് കൊണ്ട്, നമ്മുടെ കയ്യിൽ ഒരു നമ്പറും കൂടി ഇല്ലാത്തത് കൊണ്ട് അതിനേക്കാൾ ബുദ്ധിമുട്ടും പ്രതിസന്ധിയാണ്. ഇതിന്റെ പേരാ മുമ്പേ പറഞ്ഞേ, കാത്തിരിക്കുക എന്ന് പറഞ്ഞേ. എന്നാൽ യഹോവയ്ക്കായി, ഇത് പല ഭാഗത്തും തിരുവചനം ഒത്തിരി ഭാഗത്ത് പറയുന്നത്, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല. കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ പറന്നടിച്ച് ചിറകടിച്ച് പറന്നു വരും. ഒക്കെ ശരിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, കാത്തിരിക്കുക. വെയിറ്റ് പേഷ്യൻലി ഫോർ ലോർഡ്. കർത്താവിനായിട്ട് കാത്തിരിക്കണം. ഈ കാത്തിരിപ്പ് എത്ര നാളാന്ന് അറിയത്തില്ല. ഉറപ്പുണ്ട്, കർത്താവ് പ്രത്യക്ഷപ്പെടും. കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. പക്ഷെ കാത്തിരിപ്പിനൊരു വില കൊടുക്കണം. ഒരു വില കൊടുക്കണം. കാത്തിരിക്കണം. ദൈവത്തിനായി കാത്തിരിക്കണം. കർത്താവ് പഴയ കാലത്തൊക്കെ പറയുന്ന തപസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, തപസ്. ആ തപസ് ഇങ്ങനെ കേട്ടിട്ടുള്ളത്, ദൈവം പ്രത്യക്ഷപ്പെടുന്നവരെ. അങ്ങനെയാ മുനിമാരൊക്കെ തപസ്സിരിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ കേട്ടിട്ടുള്ളത്. ഇവിടെ പറയുന്ന വാക്ക് കർത്താവിനായി, ദൈവത്തിനായി കാത്തിരിക്കുക. അതുപോലെ അർത്ഥം വരും. കാത്തിരിക്കുക, ഇരിക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ. കർത്താവിനായിട്ട് കാത്തിരിക്കണം. ഉറപ്പ് പറയാം, ടോക്കണൊന്നും കൈ തരത്തില്ല, ടൈം പറയത്തില്ല. പക്ഷെ കർത്താവിനായിട്ട് കാത്തിരുന്ന ഒരാൾ ലജ്ജിച്ചു പോയിട്ടില്ല. കാത്തിരിക്കാൻ തയ്യാറാണോ? കർത്താവ് പ്രത്യക്ഷപ്പെടും. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ആ കാത്തിരുന്നതിന്റെ ഒരു സാക്ഷ്യമാ പറയുന്നത്, അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. കുഞ്ഞേ, നീ ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്നെങ്കിൽ ലജ്ജിച്ചു പോകയില്ലെന്ന് ഉറപ്പുണ്ട്. എത്ര നേരമാണെന്ന് അറിയില്ല, കാത്തിരിക്കേ. അവനെങ്കിലേക്ക് ചായും, നിന്റെ നിലവിളി കേൾക്കും. എന്നിട്ടോ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. അങ്ങനെ ഒരു പാസ്റ്റ് നമുക്കുണ്ടായിരുന്നു. അവിടെ കിടന്നിടത്തു നിന്ന്
നാശകരമായ കുഴഞ്ഞ ചീറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി. അത് അത് എന്നിട്ട് എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എൻ്റെ ആ ശ്വാസത്തെയും എൻ്റെ യാത്രയും ഒക്കെ ഒന്ന് സ്ഥിരമാക്കി. ഒരു പാറമേൽ നിർത്തി. ആ പാറ ഉറപ്പിക്കുന്ന പാറമേൽ നമ്മളെ നിർത്തും. എന്നിട്ട് എൻ്റെ വായിൽ പുതിയൊരു പാട്ട് നിന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഇത് വരുന്ന നമ്മളെ ഒരുവൻ രക്ഷിച്ച് കരം പിടിച്ച് മേളിൽ കയറ്റിയതിന്റെ നന്ദി സൂചകമായിട്ടുള്ള പാട്ടാ നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഈ സങ്കീർത്തനം എഴുതുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു. എൻ്റെ നിലവിളി കേട്ടു. അതേ കുഞ്ഞെ, കർത്താവിനായിട്ട് കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലാണോ? പുസ്തകം മുഴുവൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശോധിച്ചാൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോയിട്ടില്ല. കാത്തിരുന്ന എല്ലാവരും ദൈവത്തെ കണ്ടിട്ടുണ്ട്, കർത്താവിനെ കാണാനിടയായിട്ടുണ്ട്. യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു. എന്റെ നിലവിളി കേട്ടു. ദാവീദ് പറയുക, കർത്താവിനായി ഞാൻ കാത്തിരുന്നു. അത് ഈസിയുള്ള കാര്യമല്ല, ഒത്തിരി പ്രതിസന്ധിയുള്ള കാര്യം, ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കർത്താവിനായിട്ട് കാത്തിരിക്കുന്നത്. ഒത്തിരി വേദനയുള്ള കാര്യമാണ് കർത്താവിനായിട്ട് കാത്തിരിക്കുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കർത്താവിനായിട്ട് കാത്തിരിക്കുന്നത്. പക്ഷെ എന്നാലും കർത്താവിനായിട്ട് കാത്തിരുന്നു. ദാവീദ് പലയിടങ്ങളിൽ, പല സ്ഥലങ്ങളില് ശൗലിനെ ഭയപ്പെട്ട് ഒളിച്ചോടി നടക്കുന്ന കാലഘട്ടത്തിൽ അന്നേരവും കാത്തിരിക്കുക കർത്താവിനായിട്ട്. അവസാനം ദാവീദിന് എന്താണോ ഒരു വാഗ്ദത്തം ലഭിച്ചിരുന്നേ, ഏത് അഭിഷേക തൈലമാണോ വീണത്, ആ സിംഹാസനത്തിൽ എത്തുന്നത് വരെ ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു. എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. കുഞ്ഞെ, ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്ന നിന്റെ വായിൽ ദൈവം ഒരു പാട്ട് തരും. ഇന്നത്തെ അവസ്ഥ മാറും, ഈ സ്ഥിതി മാറും, ഈ അവസ്ഥകൾ മാറും. പാറമേൽ ദൈവം ഉറപ്പിക്കും. നാശകരമായ കുഴിയിൽ നിന്ന് വലിച്ചെടുക്കും. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നിന്നെ കൊണ്ടുപോകും. എന്നിട്ട് ആ പാറമേൽ നിർത്തിയിട്ട് നിന്റെ വായിലൊരു പുതിയ പാട്ട് തരും. ആ പാട്ട് ദൈവത്തിന് സ്തുതി തന്നെയാണ്. 103 സങ്കീർത്തനം പറയുന്നത്, എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത്. ഉപകാരങ്ങൾ മറക്കാതെ ദൈവത്തോട് നന്ദി പറയാൻ, ദൈവത്തിന് സ്തുതി കൊടുക്കുന്ന, ദൈവത്തിന് സ്തുതി ആരാധന കൊടുക്കുന്ന ആ പാട്ട് ദൈവം നാവിൽ തരും. ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. ഞാൻ യഹോവയ്ക്കായി, ദൈവം ഇതിലെ കർത്താവിനായിട്ട് കാത്തിരിക്കുക. കർത്താവിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവെ, ഞങ്ങൾ ചേർന്ന് അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ നിറയുന്നതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഞങ്ങൾ അടുക്കലേക്ക് ചാഞ്ഞിറങ്ങി വരുന്ന ദൈവസ്നേഹത്തിനായി നന്ദി പറയുന്നു. അവിടുത്തെ കൃപയ്ക്കായി നന്ദി, അവിടുത്തെ കരുണയ്ക്കായി നന്ദി, കർത്താവിന്റെ കരുണയ്ക്കായി നന്ദി പറയുന്നപ്പ. ആ സ്നേഹത്തിനായി നന്ദി, ദൈവകരത്തിനായി നന്ദി, ദൈവകൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടെ ഞങ്ങളോട് കൂടിയിരിക്കുന്നതിനായി നന്ദി. യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു. നിലവിളി കേട്ടു. ആ നിലവിളി കേൾക്കുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ കർത്താവെ ആമുഖത്തേക്ക് മാത്രം നോക്കുന്നു. ഞങ്ങളെ പാറമേൽ നിർത്തുമെന്നും ദിയോബ് പറയുന്നതിൽ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ദേഹസഹിതനായി പ്രിയരെ കാണുമെന്നും അറിയുന്നത് പോലെ പാറമേൽ നിർത്തി മാവിൽ പുതിയ കർത്താവിന് സ്തുതി എന്ന പാട്ട് തരുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഏൽപ്പിക്കാൻ സ്തോത്രം. എല്ലാ മാനമഹത്തോട് നെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ, ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ, വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെ കർത്താവ് മറക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you, bless you and thank you so much.